അവർക്ക് റൈറ്റസ്നെസ് ദാറ്റ് കംസ് ഫ്രം ഗോഡ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതെന്താ, എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ റൈറ്റ് ആവുന്നത്? പലരും അവരുടെ പ്രവൃത്തി കൊണ്ട് they are trying to establish a righteousness of their own. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രവർത്തിച്ചു. പക്ഷേ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. Is that the righteousness that comes from God? What is that righteousness? അതെന്തുവാ ദൈവം ഉദ്ദേശിക്കുന്നത്? അപ്പൊ പ്രവർത്തിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ട്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പൊ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ വിശ്വാസം പ്രവൃത്തി, പ്രവർത്തിക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കണം? ദൈവത്തിന് മുമ്പാകെ ഒരു റൈറ്റസ്നെസ് വരാൻ. ശരിക്കും നമ്മള് ലേഡീസിന്റെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പക്ഷെ മൊത്തം ജനറൽ ആയിട്ട് നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളെ, കാരണം ഒത്തിരി നമ്മൾ കാണും ആൾക്കാർ തപ്പിത്തടയും, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് കിടഞ്ഞ് പരിശ്രമിക്കുക, അവര് ദൈവത്തിന്റെ മുമ്പാകെ അക്സെപ്റ്റഡ് ആണ്. പക്ഷെ സാഡ്ലി ദൈവം തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഒരു സാഡ് ഒരു സ്റ്റേറ്റ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ആലോചിച്ചതൊക്കെ കിടന്ന് പരിശ്രമിക്കുന്നത്. ഇപ്പം വഴി അറിയാവുന്നുണ്ട്, എന്ത് എളുപ്പം, എത്രയും പെട്ടെന്ന് ഗോഡ്സ് റൈറ്റസ്നെസ്സിലേക്ക് നമ്മളൊക്കെ കയറിയാൽ മതി. സോ ക്രിസ്തു നമ്മളിൽ ജീവിച്ച് ഉണ്ടാകുന്ന ഒരു റൈറ്റസ്നെസ് ആണ്. അതിനെക്കുറിച്ചാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നു. എനിക്ക് നീതിമാനായിട്ട് ഇത് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഏറെയുണ്ട്. ന്യായപ്രമാണം സംബന്ധിച്ച് ഐ വാസ് ബ്ലെയിംലെസ്, ഐ വാസ് എ ഫാരിസി, ഐ വാസ് ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. Yet I want to be found in a righteousness that is not my own. So what does he really mean from that statement? അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം. സോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും ക്രിസ്തീയ ജീവിതത്തിൽ. നമുക്ക് ദൈവം നമ്മളിൽ ഒന്ന് പ്രസാദിക്കാനായിട്ട് കിടന്ന എന്തോരം ആണെന്നറിയാമോ വിശ്വാസികളുടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ദൈവം നമ്മളെ ധാരാളം സഹായിക്കട്ടെ. സോ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലയിടത്തും അതിനെക്കുറിച്ച് ഗ്ലിംസസ് പോലെ റോമാലേഖനാണ് മെയിൻ ആയിട്ട് റൈറ്റസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. സോ ഇംപ്യൂട്ടഡ് റൈറ്റസ്നെസ്, ഇംപാർട്ടഡ് റൈറ്റസ്നെസ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. ദൈവം നമ്മളെ അത് വാസ്തവമായിട്ട് അതിൻ്റെ ആ ഒരു ഔട്ട് വർക്കിംഗ് നമ്മളിൽ അത് ദൈവം ചെയ്തെടുക്കുന്നത് അതൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുമാറാകട്ടെ. പ്രധാനമായിട്ട് ഈ സെൽഫ് റൈറ്റസ് ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ജഡ്ജ്മെന്റിലായി. സോ സെൽഫ് റൈറ്റസ്നെസ്സിൽ നിന്ന് വിടുവിക്കപ്പെട്ട വ്യക്തികൾക്ക് കമ്പാഷൻ, മറ്റുള്ളവരോട് കരുണയും അവരെ ഉൾക്കൊള്ളാനും അവരെ കൂടെ ചേർത്ത് പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് അവർ മാറ്റപ്പെടും. കാരണം അവർക്കറിയാം there is nothing, no good in myself. അപ്പം ആ ഒരു തലം അത് നമ്മൾ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സെൽഫ് റൈറ്റസ് ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട്. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് ഐ ആം വാക്കിംഗ് ഇൻ സെൽഫ് റൈറ്റസ്? അത് ഒത്തിരി ഉണ്ട്. ഒന്ന് ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കും, രണ്ടാമത് പിശാചിന്റെ വേറെ അതിലും വലിയൊരു ഗ്രൗണ്ട് ഇല്ല നമ്മുടെ രീതിക്ക്. കാരണം 99 കാര്യം നമ്മൾ ശരിയായിട്ട് ചെയ്തിട്ട് ഒരു കാര്യത്തിൽ വീണാല് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഈ 99 ക്യാൻസൽ ചെയ്യുന്ന ഒരു
രീതിയാണ് സെൽഫ് റൈറ്റസ്നെസ്. അത് യാക്കോബിന്റെ ലേഖനം ജെയിംസിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പലയിടത്തും ഇതിന്റെ ഒരു ഗ്ലിംസസ് കിടക്കുക. റോമാലേഖനം, ജെയിംസ്, ഈ ഇപ്പൊ നമ്മൾ റോമൻസ് 10 വായിച്ചു, ഫിലിപ്പിയ ലേഖനം 3. സോ റിയലി ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കുന്നതും അതിൽ അധ്വാനിക്കുന്നതും വളരെ പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ പറയാണ്. കാരണം നമ്മൾ കാണും ആൾക്കാരെ ശരിക്കും പിശാചി അവർ സെൽഫ് റൈറ്റസ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം അവർ വേറെ പ്രത്യേകിച്ച് ഒരു വിഷയവും കാണിച്ചില്ലേലും അവരെ കപ്പയെന്ന് പറഞ്ഞ് വീഴിക്കുന്നത്. സോ വളരെ ഒരു ഡേഞ്ചറസ് ഒരു തലമാണ്. നമ്മുടെ ദൈവം അത് കൂടുതൽ പഠിക്കാനും ഒക്കെ ദൈവം സഹായിക്കും. ഞാന് കഴിഞ്ഞ ദിവസങ്ങളിങ്ങനെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുമായിരുന്നു. ശരിക്കും നമ്മുടെ ചുറ്റിലും പ്രത്യേകിച്ച് ജോലി സ്ഥലത്താണല്ലോ ഇങ്ങനെ പല ആൾക്കാരും ഉള്ളത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങള് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആൾക്കാര് ഡിസ്റ്റർബ്ഡ് ആവുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കോമ്പറ്റീഷൻ, ഈ ഫിനാൻസസ്, ഈ ഫാമിലിയിലുള്ള ഇഷ്യൂ, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. ആ ഡിസ്റ്റർബൻസ് കാരണം അത് വർക്ക് പ്ലേസിൽ അഫക്ട് ചെയ്യുന്നു, അതും പലരെയും ബാധിക്കുന്നു. ഇങ്ങനത്തെ പല കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രിവിലേജ് ആണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ, എത്ര വലിയ പ്രിവിലേജ് ആണ്. കാരണം നമുക്കിത് ഡീൽ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സമാധാനത്തിൽ നേരിടാനും ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ ഇടയിൽ ഫ്രാഗ്രൻസ് ആകുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോ ശരിക്കും പറഞ്ഞ ദൈവമേ നന്ദി, ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, എന്നെ നീ വിടുവിച്ചു. നിന്റെ എന്ത് മേന്മയാണ് എന്നിലുണ്ടായിരുന്നത് നമ്മളെ തെരഞ്ഞെടുക്കാൻ. ഒന്നും ഒരു തരി പോലും നമ്മളിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഇത്രയും ഒരു സ്വാതന്ത്ര്യത്തില് സമാധാനത്തില് ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ശരിക്കും നന്ദി എന്ന് പറയാനൊക്കെ ഇടയായി തീർന്നു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ മനസ്സ് നമ്മള് സ്റ്റേബിൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനൊക്കെ നമുക്ക് പറ്റുക. ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് ആ ദൈവത്താൽ പിടിക്കപ്പെട്ട് അവനിൽ ആ ക്രിസ്തുവിന്റെ നീതിയില് നിന്ന് സമാധാനത്തിൽ പോകണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണാനും കരുതാനും നമ്മുടെ ജീവനെ തന്നെ ഒളിച്ചു വെക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഞാൻ നന്ദി പറയുവാണ്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചേച്ചിയുടെ മണ്ടയിൽ നമ്മൾ നന്ദി പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ചെറിയൊരു സാക്ഷ്യമാണ്. പണ്ട്, ഇപ്പോഴത്തെ അല്ല, പണ്ടാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പൊതുവെ മലയാളികൾക്ക് ഈ നന്ദി പറയാനും സോറി പറയാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ടിപ്പിക്കൽ ആ ഒരു ടൈപ്പ് അല്ലായിരുന്നെങ്കിലും നമ്മൾ താങ്ക്സ് ഒക്കെ പറയും ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ജനറസ് ആയിട്ട് ഹൃദയത്തിന്ന് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. അപ്പൊ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പല ക്ലാസ്സുകളും പല പഠിത്തങ്ങളും ഒക്കെ കിട്ടി നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പം ഞാനിങ്ങനെ പേർപ്പസ്ലി ഇങ്ങനെ വാഗൊണ്ട് ഇങ്ങനെ പറയുക ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നന്ദി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാൻ നല്ല മാതാപിതാക്കളെ തന്നതിനോർത്ത് നന്ദി, അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും
അത് യഥാർത്ഥത്തിലുള്ള നന്ദി പറച്ചിലാണോ എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടതിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ നീ തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് കാണിച്ചതാ എന്ന് ഞാനിങ്ങനെ സന്നിധിയിൽ പറയാനിടയായി. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് കാണാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര സെൽഫ് സെന്റേർഡ് ആണ്, എപ്പോഴും നമ്മളെ നോക്കണം, നമ്മളെ ഇത്. പക്ഷെ അവർ എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, അതൊന്നും നമുക്ക് കാണാനായിട്ട് ഹൃദയത്തിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ ദൈവം ഇങ്ങനെ മനസ്സിലാക്കി തന്ന ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പറയുക, ദൈവമേ, അതായത് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ നമ്മള് ദ്രോഹിച്ചവരുടെ കാര്യമല്ല, നന്മ ചെയ്യുന്നവരുടെ തന്നെ പലപ്പോഴും അവരുടെ നന്മ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ, ദൈവമേ, അവര് ചെയ്ത നന്മകളൊന്ന് കാണാനായിട്ട് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറക്കണേ, അത് റിസീവ് ചെയ്യാന്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. 1 by 1 ആയിട്ട് ദൈവം ഓരോന്നും ഇങ്ങനെ വെളിപ്പെടുത്തി തരുമായിരുന്നു. അപ്പൊ ഞാനന്ന് നമ്മൾ വന്നിട്ടുള്ള പൊട്ടിക്കരയുന്നു, എന്റെ ദൈവമേ, ഇത്രയും ഒരു ഭയങ്കര കാര്യം ചെയ്തിട്ട് എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റിയില്ലോ, എന്റെ ഹൃദയത്തിന്റെ കണ്ണ് അടഞ്ഞിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് എത്തി, ആ ജനറസ് ആയിട്ട് നമ്മൾ ഒരു താങ്ക്ഫുൾ ആയിരിക്കാനായിട്ട് ഇത് സഹായിച്ചു. അതിനോർത്ത് നന്ദി പറഞ്ഞു. അപ്പൊ ദൈവത്തോട് നന്ദി. അന്ന് ചേച്ചി ക്ലാസ്സിൽ എടുത്തപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് ചില ദിവസങ്ങൾക്ക് വെറുതെ ഇരുന്ന് നമുക്ക് നന്ദി പറയാനായിട്ട്, ഒരു കാര്യം നടന്നെന്നല്ല, എന്തൊക്കെ കാര്യങ്ങള് അവന്റെ നീതിയിൽ നമ്മൾ ആക്കി തീർത്തു. എന്താ ശിക്ഷ, എന്ത് അവസ്ഥയായി പോയനെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം അധപ്പതിച്ച അവസ്ഥയെ കിടന്ന് നമ്മളെ. അപ്പൊ നമുക്ക് നന്ദി പറയാൻ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിങ്ങനെ ആലോചിക്കുകയും വെറുതെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാതെ തന്നെ ഇങ്ങനെ ദൈവത്തോട് നന്ദി എന്ന് പറയാനായിട്ട് സഹായിച്ചു. അതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഫിലിപ്പിയരുടെ അതാണല്ലോ ഇപ്പം പഠിത്തം, പിന്നെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മി പറഞ്ഞു 1 വർഷം എടുത്താൽ ഒരുപാട് പഠിച്ചു തീർത്താൽ. അപ്പൊ ഇങ്ങനെ അതിനകത്ത് സാമഗ്രി ഇങ്ങനെ മറ്റേ എറ്റേണൽ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അറിയാം എറ്റേണൽ ലൈഫ്, നമുക്ക് അറിയാം, അതായത് ദൈവത്തെ അറിയുകയും അവനെ അയച്ച് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. പക്ഷെ നമ്മുടെ ഈ മനസ്സില് അതൊക്കെ നോളജ് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ എറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് പിന്നെ നിത്യമായിട്ടൊരു ജീവൻ, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പൊ ഇവിടെ ഈ കഷ്ടതയൊക്കെ വരുമ്പോ കഷ്ടതയെല്ലാം അവിടെ ചെല്ലുമ്പം അവസാനിക്കും, എനിക്ക് നിത്യമായിട്ടുള്ള. അതുകൊണ്ടാണ് പലപ്പോഴും നേരത്തെ മരിച്ചാൽ മതി എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഇവിടുത്തെ കഷ്ടത അങ്ങനെ തീർത്തിട്ടങ്ങ് പോകാമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പക്ഷെ അന്ന് സാമങ്ങൾ പറയുന്നത് ശരിക്കും നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി. ഞാൻ വേറൊരു സ്ഥലത്ത് വായിക്കുമായിരുന്നു, ശരിക്കും ഈ ഭൂമിയിലാണ് ആ നിത്യജീവിന്റെ തുടക്കം, വിച്ച് വിൽ കണ്ടിന്യൂ ഇൻ ഹെവൻ. അപ്പൊ ആ ഒരു കാര്യം, ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സെന്റൻസസ് ഒക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങനെ വളരെ അത്ഭുതത്തോടെ ദൈവം നടത്തുന്നു. എല്ലാ ബൈബിൾ സ്റ്റഡിക്കും എല്ലാ ക്ലാസ്സുകളിലും ഞാൻ നന്ദി പറയാം. എനിക്ക് പലപ്പോഴും ക്ലാസ്സുകളിലൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നീടാണെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. നന്ദി, എല്ലാ മഹത്വം ഞാൻ